ഇതാരോടെന്ന് അമറണ? അമ്മ, ഇവിടെ കിടന്നെ പച്ച ഷർട്ട് എവിടെ പോയി? പതിവ് പോലെ ഞാൻ എടുത്തിട്ടേക്കാണ്. നിങ്ങളെ കോമഡിയൊക്കെ എനിക്ക് സമയമില്ല. എന്റെ ഷർട്ട് എടുത്തില്ലെങ്കിലേ ഇവിടെ എല്ലാ ഷർട്ടും ഞാൻ എടുത്ത് കത്തിക്കും. നിനക്ക് കുറച്ച് കൂടെയാണ്. നീ എവിടെ കയറി പോണേ? നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടവേണ്ട. എന്റെ ഷർട്ട് നോക്കാനേ എനിക്കറിയാം. പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ച? അമ്മ പോ. ഇത് സീസണൽ ഭ്രാന്താണെന്ന് തോന്നണം. മിക്കവാറും നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും. കാര്യമല്ല, അങ്ങേരെ മക്കളല്ലേ, ജീവിതകാലം മുഴുവനും കാണും എന്റെ സമയം കളയാനായിട്ട്. ഹെഡ്സെറ്റ് കാണാനില്ല. ഈ ബെഡിൽ കിടന്ന ഹെഡ്സെറ്റ് എവിടെ? അത് ഞാൻ സാമ്പാറിൽ അരിഞ്ഞിട്ട്. ഇതാടാ മക്കളെ നിന്റെ ഹെഡ്സെറ്റ്. അച്ഛൻ പ്രമദവനം പാടാൻ വേണ്ടി നിന്റെ എടുത്തതാണ്. എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ ഹെഡ്സെറ്റ് എന്തിനെടുത്താ? ചോദിക്കാതെ പോടാ അവിടെ നിന്ന്. പോടാന്നാ? എന്നെ എടാ പോടാന്ന് വിളിച്ചാലാണ്. ഓക്കെ സാർ. എന്റെ ഹെഡ്സെറ്റ് എടുക്കരുത്. അവനൊരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതെടുക്കണം പോയി. ഓടാ മക്കളെ. അതെ, ഒരു സംശയം. നീയാണോ എന്റെ തന്ത, അതാ ഞാൻ നിന്റെ തന്ത? കിങ്കോം കളിക്കണ്ട, നീ എന്നെ തന്ത. ഇവനെയൊക്കെ പെറ്റിട്ട് അവളെ പറഞ്ഞാൽ മതിയല്ല, തള്ളയേക്കാൾ മോശം. അവളെ രണ്ട് പറഞ്ഞിട്ട് വരാം. നീ നിന്റെ മൂത്ത പുത്രനെതിരെ ഇത്രയും ചെണപ്പ്? അത് എന്റെ അടുത്ത് എന്തിനു ചോദിക്കണം? അവനെ തന്നെ നേരിട്ട് പോയി ചോദിക്കേ. ചോദിക്കാൻ കൂടി ചെന്നാതി. അവനെ വിഴുങ്ങാൻ നിൽക്കാണ്. അതേപോലെ തന്നെ എന്റെ കുടുംബത്തിലുള്ള ആർക്കും ഈ സ്വഭാവം ഇല്ല. എനിക്ക് തോന്നണേ നിന്റെ മുഴുക്കുമ്പോഴുള്ള ഒരു പാറക്കുട്ടി കളവിയുണ്ടല്ല, ആ തള്ളേരെ അതേ സ്വഭാവം. ചെവി പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അവൻ കിടന്ന് ചാടണേന് എന്റെ കുടുംബക്കാരെ നെജത്തോട് കയറിട്ട് ഒരു കാര്യവും ഇല്ല. നിന്റെ ഈ ചെറ്റ വർത്താനുള്ള സ്വഭാവം ഇല്ല, ഇത് തന്നെ അവനെ കിട്ടിയിരിക്കണം. ഞാൻ അവനെ പോലെ എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിച്ചേ. അവിടെ എപ്പോ ദേഷ്യപ്പെട്ടതാ? പോയി കയ്യില് കത്തിയാണിരിക്കണം. അത് ഞാൻ കണ്ടില്ല. എന്റെ ഇവിടെ കിടന്ന ചുവന്ന നിക്കറവിടെ. അയ്യോ, അമർക്കം തുടങ്ങി. റെസ്പോൺസ് ഇല്ല. എവിടെന്ന് ഇട്ട് നിക്കറി ഏതെങ്കിലും മൂലയിൽ കൊണ്ടിട്ടാലേ അത് താനെ എണീറ്റ് പോയി കഴുകി വൃത്തിയായി അശയിലിട്ട് ഉണങ്ങി നിന്റെ കയ്യില് കിട്ടൂല. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് എന്നെ നിക്കറ് വേണം. എടാ, ഞാട്ടിരിക്കണ നിക്കറ് മതിയാ, 10 വർഷത്തെ പഴക്കം കാണും. ഹൽക്കായി മുക്കല് തുടങ്ങി. ആ മറയെ മുക്കയൊക്കെ ചെയ്ത് അവിടെ മാറ്റിച്ചു വെച്ചാലാണ് നിന്നെ നോക്കിക്കോ ഞാൻ. ഡാടാ, ഇടിച്ച് പൊളിക്കല്ലേടാ, ഞാൻ പുതിയതൊരെണ്ണം നിനക്ക് വാങ്ങിച്ചുതരാം. എന്റെ പഴയ മിക്കി മൗസിന്റെ ഒരെണ്ണം എടുത്ത് കൊടുക്കാം. എന്താണ് രണ്ടുപേരെ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ലടാ, നിന്റെ ഒരു ചേട്ടൻ തണ്ടി ഉണ്ടല്ല, അവൻ വന്നേ റൊമ്പ ഓവർ. അരേ മാതാശ്രീ, ക്യാ ഹുവാ? തൊട്ടേനെ പിടിച്ചാൽ അവന് ദേഷ്യം. ഇങ്ങനെ ഉണ്ടാ മക്കള്? കൊച്ചു പിള്ളേരുന്നെങ്കിൽ ചന്തിയിൽ 2 അടി വെച്ചു കൊടുക്കായിരുന്നു. ഇപ്പോഴും 2 എണ്ണം കൊടുത്താ എന്ത് കുഴപ്പം? എന്നെ പെട്ടിയിലാക്കി മോളോട്ടയക്കാൻ നിനക്ക് എന്ത് ഇത്ര നിർബന്ധം? വീട്ടിലെ ചിലവ് കുറയൂലേ? എല്ലാ മക്കളും കണപ്പ് തന്നെ. മൈ ഡിയർ പാരന്റ്സ്, ഇതെന്തെന്നറിയാമോ? ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ജനറേഷനെ ശരിയല്ല, അപ്പോഴാണ് ഗ്യാപ്പ്. അവനും ഞാനും തമ്മിൽ 2-3 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ മാനസികാവസ്ഥയും എന്റെ മാനസികാവസ്ഥയും പെട്ടെന്ന് കണക്ട് ആവും. അതുപോലെ നിങ്ങളത് കണക്ട് ആവൂല. ഓഹോ, എങ്കിൽ നീ കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തന്നാണ്. വൈ നോട്ട്? ബ്രദർഹുഡ് എന്താണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. മോനെ മഹേഷ്, അവസാനം ഉട്ടെടുത്ത് തലക്കടിക്കാതെ നോക്കിക്കോ. നീ എന്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? അതിന് ബേബി എന്നെ വിളിച്ചില്ലല്ലേ എന്ന് പറഞ്ഞോണ്ട് ഞാൻ വിളിച്ചേ നിനക്ക് നിന്നെ തിരിച്ചു വിളിച്ചോളൂടി. നിന്റെ മൂഡ് ഓഫ് ഞാൻ മാറ്റി തരാടാ കുട്ട. 1 2 3 അവളെ എനിക്ക് മെസ്സേജ് അയച്ചില്ല. നീ രാവിലെ ചായ കുടിച്ചോടാ കുട്ട. അതാരാണെന്ന് വിളിക്കണം? ബ്രദർഹുഡ് കണക്ട് ആക്കുമ്പോ ഇങ്ങനത്തെ ശബ്ദമൊക്കെ വരും ജലജേ. കണക്ട് ആക്കാൻ പോയവനാണ്. ബ്രദർഹുഡ് കണക്ട് ആക്കാൻ പറ്റിയില്ല. നിനക്ക് ആ സ്പീക്കറിലെ ബ്ലൂടൂത്ത് എങ്കിലും കണക്ട് ആക്കി കൂടായിരുന്ന 2 പാട്ടെങ്കിലും കേൾക്കായിരുന്നു. പ്രശ്നം ജനറേഷൻ ഗ്യാപ്പിന്റെ അല്ല, പിന്നെ അവന് മുഴുത്ത പ്രാന്ത്. ഇങ്ങനെയാണെങ്കിൽ കൊള്ളാലോ അവൻ. കൊള്ളാം, നല്ലവനാണ് അവൻ. ഇതൊരു ഓർക്കാപ്പുറത്ത് അടിയായിപ്പോയി.
ഞാൻ 2 പുഷപ്പ് എടുത്തിട്ടാണ് പോയിരുന്നെങ്കിലേ അവൻ നിന്റെ കവ കീറി വിട്ടേനെ. എന്റെ സംശയം അതല്ല, ഇവൻ നാട്ടുകാരുടെ അടുത്ത് ഈ സ്വഭാവം വെച്ചാണ് പെരുമാറണത്. ഏയ് നാട്ടുകാരത്തൊന്നും അവൻ ഇങ്ങനെ ആയിരിക്കൂല. സമയത്രായടാ? കയ്യില് വാച്ചില്ല, ഫോൺ ഇരിക്കല്ലേ, അതിൽ നോക്കി പറ. ഫോണും ഇല്ല. പിന്നെ കയ്യിലിരിക്കണ എന്തൊരു കൊച്ചങ്ങേ? അല്ല, നിന്റെ വലിയച്ഛന്റെ അമ്പഴങ്ങ. സംഭവം വേറെ ഒന്നുമില്ല. ആരെങ്കിലും ഇവൻ ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ചെന്ന് കയറി കൊടുക്കി. മതം പൊട്ടിയ ആനയാണ്, കാല് വെച്ചേ ചവിട്ടി പീത്തിക്കളയും. അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോണം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനാ? ഓടാ, നീ ഒരു പ്രാവശ്യം കൂടെ അവന്റെ ദേഹത്തെ സ്പർശിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എടാ, ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല അങ്ങനെയൊക്കെ. ഇതങ്ങ് അമ്മ പോയി പറഞ്ഞാ മതി. മക്കളെ, വയസ്സാം കാലത്ത് കൈ പൊട്ടിയാലേ ഊറിപ്പിടിക്കാൻ കുറെ സമയം എടുക്കും. ഒന്ന് ചെല്ലടാ മക്കളെ, നീ ഈ അച്ഛന്റെ അവലോസ് മണിയനല്ലേ, ഒന്ന് പോ. എന്റെ മണിയവ ഉടച്ചാല. നിനക്ക് വേണ്ടി 6 അടി മണ്ണ് ഈ വീട്ടിന്റെ മുറ്റത്ത് ഈ അച്ഛൻ ശരിയാക്കും. ബൈക്കിന് പെട്രോൾ തീർന്ന് അവസാനം ആരാണ് ബൈക്കും കൊണ്ട് പോയാ? ഈ അച്ഛനാണ് എടുത്താ. അച്ഛൻ എവിടാ? മരിച്ചതുപോലെ കിടക്കാം. എന്താ നിന്റെ ആക്ച്വൽ പ്രശ്നം? നിനക്കെന്താ വയ്യേ? അപ്പ അടിക്കാൻ ഊങ്ങിയതല്ലേ? എന്താടാ നിന്റെ മൂക്കത്ത് ഇത്ര ശുണ്ടി? എനിക്കെന്തൊരു ശുണ്ടി? ഇതാണ് ശുണ്ടി. പോടാ പോടാ അവിടെ നിന്ന്. ഒന്നാമത് എന്റെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഞാൻ വെച്ച് വാക്കെല്ലാം സ്ഥലത്ത് വെച്ച് കയറ്റി തരുവേ. ഓഹോ, അങ്ങനെയാണെങ്കിലേ കാര്യം എന്തെന്നറിയാതെ ഈ ജിത്ത് ഒരടി പോലും പുറകോട്ട് വെക്കൂല. എങ്കിൽ ഞാൻ ഒരടി മുന്നോട്ട് വെക്കാടാ. ഇങ്ങോട്ട് വാടാ, എനിക്ക് വെച്ചവനെ. അയ്യ പാവൻ ചാർജായി. എന്റെ ഊഴം കഴിഞ്ഞ് ഇനി അച്ഛന്റെ ഊഴം. എടാ, ഹെൽമെറ്റെങ്കിലും ഒന്ന് ഊരി തരൂടാ. കാര്യമില്ല, ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ അടിക്കാനേ അവനറിയാം. ഇറങ്ങി പോടാ. ഡീ, നീ ആ ഫയർ ആൻഡ് സേഫ്റ്റി ഒന്ന് വിളിച്ചറിയിച്ചേരെ. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്, മതിയാവോ? കൊച്ചു കള്ളി. മഹേഷ്, എന്തരച്ചാ? മകളെ, നീ പുറത്തു പോണെങ്കിലേ 2 കവർ സുജാ പപ്പടം മാറ്റിക്കൊണ്ട് വരണേ. കഞ്ഞിയുടെ കൂട്ട വേറെ ഒന്നുമില്ല. ഇനി പോവാൻ മക്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനടുത്ത് പറഞ്ഞാൽ മതി, അച്ഛൻ പോയിട്ട് വരാം. ജയ് ഹിന്ദ്. ഇങ്ങേരുത് എന്തിനെ പറഞ്ഞാണ്. ഞാൻ അവനടുത്ത് എല്ലാം കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പറ്റൂല, പോ. ഇവിടെ സമ്മതിക്കൂല. മഹേഷ്, എന്തോന്ന്? അഥവാ ഇനി മക്കൾ കടയിൽ പോകുമ്പോ പപ്പടം കിട്ടിയില്ലെങ്കിലേ അച്ചാറ് വാങ്ങിച്ചോണ്ട് വരണേ. അച്ചാറ് കഞ്ഞിക്ക് ബെസ്റ്റാണ്. ഇനിയിപ്പം മക്കൾക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയി ഒന്നിറങ്ങി പോച്ചാ. പോയി കയ്യിൽ നിന്നെല്ലാം പോയി. ജയ് ഹിന്ദ്. അച്ഛ, ഈ കൗൺസിലിംഗ് ഒക്കെ അവന് ഏക്കോ? ഏറ്റാ കൊള്ളാം, ഏറ്റില്ലെങ്കിലാ? ഏറ്റിലേക്ക് വന്ന് വേണ്ടിട്ട് കൊള്ളും. മഹേഷ്, ക്രോധമുണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് മറ്റുള്ളവരുടെ മേൽ പ്രകടിപ്പിക്കുന്നത് തെറ്റാണ്. ഉദാഹരണം, ഞാൻ നിന്നെ ഒന്ന് തൊട്ടു, ക്രോധം വന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഞോണ്ടി, ക്രോധം വന്നോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നെ ഒന്ന് അടിച്ചു, ഇപ്പൊ ക്രോധം വന്നോ? ആസ്മ ഉണ്ടല്ലേ, ഇൻഹേലർ വലിച്ചാൽ മതി. വലിക്കാം. ആര് വലിക്കും? നീ വലിക്കും. ക്രോധത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. പ്രഫറില്ല, നീ പെട്ട് നില്ലടാ. പട്ടിക്കാലം പുറകെ ഉണ്ട്. കൗൺസിലറെ, ക്രോധം കുറച്ചെങ്കിലും കുറഞ്ഞ കുറഞ്ഞ ക്രോധ കുപ്പിയിലാക്കി അടച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോ കൊണ്ട് കളഞ്ഞാ മതി. ഇനി വേറെ ഒന്നും നോക്കാനില്ല. ജലജെ, നീ ആ പഴയ നീ ആവണം. യെസ്, തുമാരാ ടൈം ആ ഗയാ.
go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. മഹേഷ് ഇന്ന് വിയർക്കും. നിനക്ക് അവളെ നടിയിട്ടുണ്ടല്ലേ? പിന്നെ അച്ഛനാ നീക്ക ഭൂമിയോട്ട് പറഞ്ഞതിന് മുമ്പ് ഞാനില്ലായിരുന്നു അവളെ ഏരാ. അമ്മ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. പോയില്ലെങ്കിൽ അവന്റെ ഒരു അമറക്കം. അച്ഛാ, അച്ഛൻ എത്ര പേർ സുജാപ്പ വാങ്ങിക്കാനുള്ള ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഓ, അപ്പൊ മക്കൾക്ക് പപ്പടത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. ബൈക്കിൽ പോവാൻ പറ്റൂല, ബൈക്കിന്റെ പെട്രോളേ തീർന്നിരിക്കുകയാണ്. അമറണ ജലജേ. ഒന്നുമില്ല, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അമ്മ കലക്കി. തോന്നിവാസം കാണിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ ഇത് വെച്ചായിരിക്കും പ്രയോഗം. ഓ നോ, ये तो गुरु हो गया. The end. ടു 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 ടു. That I've ever done, but what's the point of living if you ain't having fun? പറയടാ അമ്മ. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Or find a nightclub for the end of the night, oh. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be?